സി ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പോട് കൂടി പാസ്സാകാൻ കഴിയുമെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് എനിക്ക് പാസ്സാൻ കഴിയുമെങ്കിൽ എനിക്ക് ഷുവർ എല്ലാവർക്കും പാസ്സാൻ കഴിയും. ഹായ്, മൈ നെയിം ഈസ് അമ്മാസ്. ഞാൻ ഇപ്പോൾ സി ഇന്റർമീഡിയറ്റ് ജനുവരി 25 എക്സാമിൽ 4 എക്സംഷനോട് കൂടി എനിക്ക് നല്ല മാർക്കോട് കൂടി ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ. അതിന് ഫസ്റ്റ് എന്റെ പാരന്റ്സിനോട് നന്ദി പറയുന്നത്. കാരണം അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. രണ്ടാമത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് പറഞ്ഞാൽ എന്റെ IM-നോടാണ്. കാരണം ഞാൻ വലിയ സ്റ്റുഡിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. കാരണം 10ാം ക്ലാസ്സിലെല്ലാം വളരെ കുറവ് മാർക്കോട് കൂടി പാസ്സായി വന്ന ആളാണ്. പിന്നെ +2-ലാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തോണ്ട് തന്നെ എനിക്ക് അക്കൗണ്ട്സിലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ബേസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ IM-ൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടീവ് ആയിരുന്നു. ലൈവ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള ലിവിംഗ് ആയിട്ടുള്ള എക്സാമ്പിളോട് കൂടി നല്ല വൃത്തിക്ക് നമുക്ക് നമ്മളെ കാര്യങ്ങൾക്കനുസരിച്ച് അവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റ് ആണെങ്കിലും അവരുടെ പ്ലാൻസും സ്റ്റഡി പ്ലാൻ ആയാലും അവരുടെ എക്സാമിനായാലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടിന് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ IM-നെ കുറിച്ച് പറയുന്നത് ഇവിടുത്തെ സ്റ്റഡി എൻവയോൺമെന്റ് ആണ്. ഇവിടുത്തെ ക്യാമ്പ് ആയാലും പിന്നെ ഇവിടുത്തെ എക്സാം ആയാലും ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് സി ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പോട് കൂടി പാസ്സാകാൻ കഴിയുമെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് എനിക്ക് പാസ്സാൻ കഴിയുമെങ്കിൽ എനിക്ക് ഷുവർ എല്ലാവർക്കും പാസ്സാൻ കഴിയും. ചെയ്യാത്ത ടഫ് കോഴ്സ് അല്ല. റൈറ്റായ സ്റ്റഡി പ്ലാനും റൈറ്റായ ഹാർഡ് വർക്കും റൈറ്റായ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്തിപ്പെട്ടാൽ ഉറപ്പായും പാസ്സാക്കിയെന്ന് ഉറപ്പാണ്. അതിൽ IM തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു IM.